ഗാസയിൽ അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ 60 ദിവസത്തേക്ക് ആക്രമണം നിർത്തിവെക്കുകയും അതുപോലെ പാലസ്തീൻ പ്രദേശത്തേക്ക് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള സഹായ വിതരണം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഹമാസിന് കൈമാറുന്നതിന് മുമ്പ് ഇസ്രയേൽ കരാറിന്റെ നിബന്ധനകളിൽ ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം നിലവിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ അവർ നിലവിൽ തയ്യാറല്ല. 2 ഇസ്രയേലി ഉദ്യോഗസ്ഥർ ആ തീരുമാനം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് മധ്യസ്ഥർ വഴി ലഭിച്ച വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ചുകൊണ്ട് ഇറാൻ പിന്തുണയുള്ള സംഘം പാലസ്തീൻ വിഭാഗങ്ങളുമായി കൂടിയാലോചിച്ച് വരുന്നുവെന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടെലിഗ്രാം വഴിയുള്ള പ്രസ്താവനയിൽ വിശദാംശങ്ങൾ അവർ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല ഹമാസ് 10 ബന്ദികളെ മോചിപ്പിക്കുകയും അതുപോലെ തടവിൽ കിടന്ന് മരിച്ച 18 പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ നൽകുകയും ചെയ്യുക എന്നതാണ് വെടിനിർത്തലിന്റെ മറ്റ് വ്യവസ്ഥകൾ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ.